നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 400 പാറിക്കാൻ നിന്നിട്ട് 240 പാറിച്ചുകൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയായിരുന്നു നരേന്ദ്രമോദിക്കും BJPക്കും വന്നത്. എന്നാൽ ഇപ്പോൾ ബീഹാറിലെ ഒരു റാലിയിൽ മോദി 400 അല്ല 500 പാറിച്ചു എന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മെയ് 29-ാം തീയതി മോദി ബീഹാറിലെ പാറ്റ്നയിൽ ഒരു റോഡ് ഷോ നടത്തിയപ്പോൾ 240 പാറിക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ മെയ് 30-ാം തീയതി പാറ്റ്നയിൽ വെച്ച് നടത്തിയ റാലിയിലാണ് 400 കടത്തിവെട്ടി 500 പാറിച്ചിരിക്കുന്നത്. 500 പേരാണ് മോദിയെ കേൾക്കാൻ വേണ്ടി അവിടെ തിക്കിത്തിരക്കി തടിച്ചുകൂടിയത്. ഓപ്പറേഷൻ സിന്ദൂർ അപ്രതീക്ഷിതമായി വെടിനിർത്തൽ നടപ്പിലാക്കി പൊടുന്നനെ നിർത്തിയതിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ഫാളൌട്ടും അതിനെ തുടർന്നുള്ള നഷ്ടമായ ഇമേജും എങ്ങനെയും വീണ്ടെടുക്കുന്നതിനും അതുപോലെ അതിന്റെ ചൂടാറുന്നതിന് മുൻപ് താൻ പാകിസ്ഥാനെ തവിടുപൊടിയാക്കി എന്ന് പറഞ്ഞ് മന്ദഭക്തരെ വീണ്ടും മണ്ടന്മാരാക്കി പൊളിറ്റിക്കൽ മൈലേജ് നേടുന്നതിനു വേണ്ടി BJP ഭരണ പങ്കാളിത്തമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ദിനംപ്രതി റോഡ് ഷോയും റാലികളുമായി തിരക്കിട്ട പരിപാടിയിലാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 2 ആഴ്ചയായി മുഴുകിയിരിക്കുന്നത്. അങ്ങനെ 24 മണിക്കൂറും രാജ്യത്തെ സേവിക്കുകയാണ് എന്ന് പറഞ്ഞ് തനിക്ക് സ്വയം സേവ ചെയ്യുകയാണ് ഇപ്പോൾ മോദി ചെയ്യുന്ന ഒരേ ഒരു പരിപാടി. ഇപ്പോഴെന്നല്ല, എപ്പോഴും മോദിയുടെ പരിപാടികൾ അങ്ങനെയുള്ളത് മാത്രമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മെയ് 29-ാം തീയതിയിലെ റോഡ് ഷോയ്ക്ക് ശേഷം ബീഹാറിലെ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായിരുന്നു മോദി സമയം ഉപയോഗിച്ചത്. അതിനുശേഷം 30-ാം തീയതിയാണ് പാറ്റ്നയിൽ മോദിയും നിതീഷ് കുമാറും മറ്റ് ഭരണകക്ഷി നേതാക്കളും ചേർന്ന് പൊതുയോഗം സംഘടിപ്പിച്ചത്. മോദിയുടെ പൊതുയോഗത്തിൽ അക്ഷരാർത്ഥത്തിൽ 500 പാറിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഏതാണ്ട് 500 പേരോളം മാത്രമാണ് മോദിയെ കേൾക്കാൻ ഇവിടെ എത്തിയത്. ഇവിടെ മോദിയും നിതീഷ് കുമാറും വേദിയിൽ ഇരിക്കുമ്പോഴുള്ള ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. അവിടെ നിങ്ങൾക്ക് വ്യക്തമായി ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കും മോദിയും നിതീഷ് കുമാറും ഏതോ ഒരു നേതാവ് പ്രസംഗിക്കുന്ന വേളയിൽ വേദിയിൽ ഇരിക്കുന്നതും പരസ്പരം എന്തോ സംസാരിക്കുന്നതും. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ സംസാരിക്കുന്ന നേതാവ് പറയുന്നത് മോദി അഖണ്ഡ ഭാരതത്തിന്റെ സ്വപ്നമാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് വെറും പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മാത്രം ഇന്ത്യയുടെ ഭാഗമാക്കുകയല്ല മോദിയുടെ സ്വപ്നം, മറിച്ച് അഖണ്ഡ ഭാരതത്തിന്റെ സ്വപ്നമാണ് മോദി ഇന്ത്യക്കാരെ കാണിക്കുന്നത്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആശയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് അറിയണ്ടേ? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലദ്വീപ്, മ്യാൻമാർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ടിബറ്റ് എന്നിവ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് ഒരു വളരെ മനോഹരമായ, ഒരിക്കലും നടപ്പിലാക്കാത്ത മന്ദഭക്തരുടെ സ്വപ്നമാണ്. ഇതുപോലെ തലച്ചോറില്ലാത്ത ആളുകളോടല്ലാതെ വേറെ ആരോടെങ്കിലും ഇതുപോലെ പമ്പര വിഡിത്തം വിളിച്ചു പറയാൻ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും നേതാക്കൾ ശ്രമിക്കുമോ? ഈ അഖണ്ഡ ഭാരതം സ്വപ്നം കാണുന്ന മോദിയെ കേൾക്കാൻ എത്തിയിരിക്കുന്ന കാലിയായ കസേരകൾ എത്രയാണെന്ന് കണ്ടല്ലോ. അവിടെ മുൻപിൽ കുറച്ച് ആളുകളുണ്ട്. എത്ര ആളുകളുണ്ട് എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല, എന്നാൽ വളരെ കുറവാണ് എന്ന് ഉറപ്പിച്ചു പറയാം. ബാക്കി മുഴുവൻ നല്ല ചുവപ്പ് നിറവുള്ള ഒഴിഞ്ഞ കസേരകളാണ്. ആ കസേരകളെ സാക്ഷിയാക്കി അഖണ്ഡ ഭാരതം ഉണ്ടാക്കുകയാണ് വിവരം കെട്ട സംഖ്യകൾ. ഇനി നിതീഷ് കുമാർ ഇവിടെ പ്രസംഗിക്കുമ്പോഴുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊള്ളു. അപ്പോഴും തദൈവ ഇതേപോലെ നിറഞ്ഞ ഒഴിഞ്ഞ കസേരകൾ നിറഞ്ഞ വേദിയിൽ ആനന്ദ നൃത്തം ആടുകയാണ് മോദിയും നിതീഷും എന്ന് കാവ്യാത്മകമായി പറയാം. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീനിവാസ് BV എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റേജ് റെഡിയായിരുന്നു, പ്രധാനമന്ത്രി സന്നിഹിതനായിരുന്നു, മന്ത്രിമാരും അവിടെയുണ്ടായിരുന്നു, പക്ഷേ പൊതുജനങ്ങൾ മാത്രം വന്നില്ല. ഡബിൾ എഞ്ചിന്റെ പൊള്ളയായ മുദ്രാവാക്യങ്ങൾക്ക് മുൻപിൽ ബീഹാർ ഇനി വീഴുകയില്ല. ഇനി ഇവിടെ വെച്ച് മോദി ഘോരഘോരം പ്രസംഗിക്കുന്നത് തലയിൽ ആൾതാമസമുള്ളവർക്ക് താങ്ങാൻ പറ്റുകയില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മന്ദഭക്തർക്ക് പക്ഷേ ഇത് അമൃതാണ്. अभी पहलगाम में जम्मू कश्मीर में आतंकी हमला हुआ था, हमारे कितने निर्दोष नागरिक मारे गए। इस जघन्य आतंकी हमले के बाद, एक दिन के बाद मैं बिहार आया था और मैंने बिहार की धरती से देश को वादा किया था, वचन दिया था, बिहार की धरती पर
आंख में आंख मिलाकर हमने कह दिया था, आतंक के आकाओं के ठिकानों को मिट्टी में मिला दिया जाएगा। ഇപ്പോൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായി. നമ്മുടെ എത്ര നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടു. ആ വലിയ തീവ്രവാദ ആക്രമണത്തിന് ശേഷം, അതിന് ഒരു ദിവസത്തിന് ശേഷം ഞാൻ ബീഹാറിൽ എത്തിയിരുന്നു. എന്നിട്ട് ഞാൻ ബീഹാറിന്റെ മണ്ണിൽ നിന്ന് രാജ്യത്തിന് വാക്ക് കൊടുത്തിരുന്നു. ബീഹാറിന്റെ മണ്ണിൽ വെച്ച് കണ്ണോട് കണ്ണു നോക്കി ഞങ്ങൾ പറഞ്ഞിരുന്നു, തീവ്രവാദ കേന്ദ്രങ്ങളെ മണ്ണോട് മണ്ണാക്കും എന്ന്. അത് കേൾക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം നിങ്ങൾ കണ്ടോ? ആർക്കും വലിയ ആവേശമില്ല. ഏതാനും ആളുകൾ മാത്രമാണ് കൈയടിക്കുന്നത്. 100-ൽ ഒരാൾ പോലും ഇത് കേട്ട് ആവേശം കൊള്ളുകയോ കൈയടിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വ്യക്തമായി കണ്ടല്ലോ. ഇനി തുടർന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. बिहार की धरती पर मैंने कहा था, उन्हें कल्पना से भी बड़ी सजा होगी। आज जब मैं बिहार आया हूं तो अपने वचन पूरा करने के बाद आया हूं। ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഞാൻ പറഞ്ഞു, അവർക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത വലിയ ശിക്ഷ കൊടുക്കുമെന്ന്. ഇന്ന് ഞാൻ ബീഹാറിൽ എത്തിയപ്പോൾ എൻ്റെ വാക്ക് പാലിച്ചതിന് ശേഷമാണ് എത്തിയത്. അതിനും പ്രതികരണം എങ്ങനെയാണ് എന്ന് കണ്ടല്ലോ. ആരും തന്നെ കൈയടിക്കുന്നില്ല. അവിടെ ഇവിടെ 1-2 പേർ മാത്രം കൈയടിക്കുകയും സ്വരമുയർത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. വ്യക്തമായ തെളിവാണ് ഇത്തരം ജുംലകളൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ. ഈവൻ ബീഹാറിലെ ആളുകൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു മോദിയുടെ ഗീർവാണങ്ങളുടെ സത്യാവസ്ഥ. ആൾക്കാരിൽ നിന്ന് പ്രതികരണവും ആർത്തലപ്പും ലഭിക്കാൻ വേണ്ടി ഓരോ വാചകങ്ങളും പറഞ്ഞതിന് ശേഷം വളരെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മോദി അടുത്ത വാചകത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ എന്നിട്ട് വെറും നിരാശയാണ് ഫലമെന്ന് വ്യക്തമായി കാണാം. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ആളുകളുടെ എല്ലാം ഉള്ളിൽ വലിയ വലിയ ചോദ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ. എവിടെയാണ് നിരപരാധികളായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ തീവ്രവാദികളുടെ തല? എവിടെയാണ് സിന്ദൂരം നഷ്ടപ്പെട്ട യുവതികൾക്ക് നീതി? എവിടെയാണ് തീവ്രവാദികളെ തകർത്ത് തരിപ്പണമാക്കിയത്? എന്തുകൊണ്ടാണ് എല്ലാ തീവ്രവാദ കേന്ദ്രങ്ങളെയും തകർത്ത് തീവ്രവാദികളെയെല്ലാം കൊന്നൊടുക്കുകയോ ജീവനോടെ പിടിക്കുകയോ ചെയ്യാതെ പൊടുന്നനെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്? എന്നാണ് പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടത്തിയ തീവ്രവാദികളെ ജീവനോടെ പിടിച്ച് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത്? ഈ തീവ്രവാദികൾ നിരപരാധികളായ ഇന്ത്യക്കാരെ കൊന്നു തള്ളിയിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടും ഇതിനൊന്നും യാതൊരു പരിഹാരവുമായില്ല. എന്നിട്ട് നാട് നീളം നടന്ന് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മോദിയുടെ മന്ദഭക്തർ അല്ലാത്ത ബാക്കി എല്ലാവർക്കും സത്യം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ നിറയെയുള്ള എംടി ചെയറുകളും മോദിയുടെ വെർബൽ ഡയറിയെ കേട്ടിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാത്ത കേൾവിക്കാരും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താങ്ക് യു.